നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിർദ്ദിഷ്ട ആണവ നിലയ പദ്ധതിക്കെതിരെ പ്രതിഷേധം. ചീമേനിയിൽ സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന പദ്ധതിക്കെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. AKSTU സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. പൊതുസമ്മേളനം മുൻ MP പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ഒഴിവാക്കണമെന്ന ആവശ്യം. കാഞ്ഞങ്ങാട് നഗരസഭയിലേക്ക് മാർച്ച് നടത്തി വ്യാപാരികൾ. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്തു. കള്ളാർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ABCD ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കൂടംകല്ല് ബഡ് സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് ആവേശമായി ജില്ലാതല വനിതാ ശിങ്കാരിമേള മത്സരം. ചെറുകിട വ്യാപാരികൾക്ക് തൊഴിൽ നികുതിയിൽ സംസ്ഥാന ബജറ്റിൽ വൻ വർധന വരുത്തിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. നിർദ്ദിഷ്ട ആണവ നിലയ പദ്ധതിക്കെതിരെ പ്രതിഷേധം. ചീമേനിയിൽ സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന പദ്ധതിക്കെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. ജൈവ വൈവിധ്യവും ചരിത്ര പ്രാധാന്യവുമുള്ള പ്രദേശത്തെ സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ അരിയിട്ടപ്പാറയിലാണ് നിർദ്ദിഷ്ട ആണവ നിലയ പദ്ധതിക്ക് വേണ്ട സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. ജൈവ വൈവിധ്യമേറെയുള്ള പ്രദേശം മഹാശിലാകാലത്തെ ചരിത്രശേഷിപ്പുകൾ ഉൾക്കൊള്ളുന്നതാണ്. പ്രദേശത്ത് നിരവധി ആദിവാസി കുടുംബങ്ങളെയും അവരുടെ പൈതൃകവും സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ഹെക്ടർ കണക്കിന് ഗവൺമെൻറ് ഭൂമി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കയ്യൂർ ചീമേനി പഞ്ചായത്ത് എന്ന് പറയുന്നത്. അതൊക്കെ ഇപ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ അധീനതയിലാണ് ലീസിനായിട്ട് നൽകിയിട്ടുള്ളത്. ഗവൺമെൻറ് പുതിയ ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും ഓരോ നല്ല പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും അതിനൊക്കെ ആദ്യം തുടക്കം പരിഗണിക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ചീമേനി ഈ ഗവൺമെൻറ് ഭൂമിയെ തന്നെയാണ്. പല വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടും തുടർ നടപടിയില്ല. ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് പകരം മനുഷ്യനെ ഭീഷണിയാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതിയാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്നാണ് ആരോപണം. ചീമേനിയിൽ ആണവ നിലയം സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളുമായിട്ട് സർക്കാരും KSEBയും ഒക്കെ മുമ്പോട്ട് പോവുകയാണ്. കുറേ വർഷങ്ങളായിട്ട് ചീമേനിയിൽ പല വികസന പ്രവർത്തനങ്ങളും പറഞ്ഞു കേട്ടു എന്നല്ലാതെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാറി മാറി വന്ന ഭരണാധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല. കേന്ദ്ര സർവകലാശാലയായാലും IT പാർക്കായാലും ഇത്തരത്തിലുള്ള നല്ല പദ്ധതികളൊന്നും ചീമേനിയിൽ സ്ഥാപിച്ചിട്ടില്ല. എൻഡോസൾഫാൻ പട്ടികയിൽ ഉൾപ്പെട്ട പഞ്ചായത്തിൽ ആണവ നിലയ പദ്ധതി വലിയ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് ആശങ്ക. പദ്ധതിയിൽ നിന്ന് സർക്കാരും KSEBയും പിന്മാറിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഞങ്ങളെന്ത് തന്നെ ഈ ആണവ നിലയം ഇവിടെ വേണ്ട എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആണവ നിലയം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ ഇവിടുന്ന് മാറി താമസിക്കേണ്ടി വരും. അതുമാത്രമല്ല ഇവിടുത്തെ ഞങ്ങളുടെ പൈതൃകം തന്നെ ഇവിടുന്ന് നഷ്ടപ്പെടും. ഞങ്ങളുടെ സഹോദരന്മാരെല്ലാം ഇവിടെ നിരാലംബരാകും എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങൾ വേറൊരു സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള സുഖസൗകര്യങ്ങളൊന്നും കിട്ടൂല. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിലും പദ്ധതിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. AKSTU സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും CPI മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ MPയുമായ പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 28ാമത് സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് പതാക ഉയർന്നു. പൊതുസമ്മേളന നഗരിയായ പുതിയകോട്ട ഹെറിറ്റേജ് സ്ക്വയറിൽ പ്രത്യേകം സജ്ജമാക്കിയ EK നായർ നഗറിൽ CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും സംഘാടക സമിതി വൈസ് ചെയർമാനുമായ CP ബാബു പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും CPI മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ MPയുമായ പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു ലക്ഷം ഭവന നിർമ്മാണ പദ്ധതി. അത് പറഞ്ഞപ്പോ ചിലർ ചോദിച്ചു എമ്മിന് പട്ട ഇവിടുന്ന പൈസ ഇവിടുന്ന ബഡ്ജറ്റിൽ പണം വേണ്ടേ? MM പറഞ്ഞു പൈസ ഇല്ലെങ്കിൽ പൈസ പോയി നാട്ടുകാരെ കയ്യിൽ നിന്ന് പിരിക്കും. 1 ലക്ഷം വീടുണ്ടാക്കിയല്ലോ. ഇപ്പൊ നമ്മളെ ഭവന നിർമ്മാണ പദ്ധതി എത്രമാത്രം മാറി.
കേരളത്തിലാണെങ്കിൽ ലൈഫ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത കേരളത്തിലാണ്. അങ്ങനെ സംസ്ഥാനത്ത് ഇന്ന് വന്നിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ എങ്ങനെയും തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ച് ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ചടങ്ങിൽ ലോകപ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന് PR നമ്പ്യാർ പുരസ്കാരം പന്ന്യൻ രവീന്ദ്രൻ സമ്മാനിച്ചു. AKSTU സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, CPI ജില്ലാ സെക്രട്ടറി CP ബാബു, സംസ്ഥാന കൌൺസിൽ അംഗം T കൃഷ്ണൻ, കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ബംഗളം കുഞ്ഞികൃഷ്ണൻ, AKSTU സംസ്ഥാന ട്രഷറർ KC സ്നേഹശ്രീ തുടങ്ങിയവർ സംബന്ധിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ K പത്മനാഭൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി വിനയൻ കല്ലത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ഒഴിവാക്കണമെന്ന ആവശ്യം. കാഞ്ഞങ്ങാട് നഗരസഭയിലേക്ക് മാർച്ച് നടത്തി വ്യാപാരികൾ. വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമില്ലാത്ത വ്യാപാരികളെ യൂസർ ഫീ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. പതിനായിരക്കണക്കിന് വ്യാപാരികൾ പ്രതിഷേധ ധർണ നടത്തുകയാണ്. ഇങ്ങനെയൊരു ധർണ നടത്തേണ്ട സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ സ്വാഗതം ക്ലാസ്സിന് അധ്യക്ഷൻ അവതരിപ്പിച്ചതായി സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷത്തിന് ശേഷം ചെറുകിട വ്യാപാര മേഖല തകർച്ചയുടെ വക്കിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ് അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് മഹേഷ് P നന്ദിയും പറഞ്ഞു. യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി മുനീർ KK, കാഞ്ഞങ്ങാട് സൌത്ത് യൂണിറ്റ് പ്രസിഡന്റ് MP അഷ്റഫ്, കാഞ്ഞങ്ങാട് വനിതാ വിംഗ് പ്രസിഡന്റ് ശോഭന ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിലെ ചെറുകിട കച്ചവടക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വിവരിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നഗരസഭാ അധ്യക്ഷയ്ക്കും നഗരസഭാ സെക്രട്ടറിക്കും നിവേദനം നൽകി. മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ മുഹമ്മദ് ഹാസിഫ്, ഫൈസൽ സൂപ്പർ, ഗിരീഷ് നായക്, A ബാബുരാജ്, ഷറഫുദ്ദീൻ CH, BA ഷെരീഫ്, അനിൽ PV, സലാം HE, സമീർ ഡിസൈൻ, വനിതാ വിംഗ് യൂണിറ്റ് ഭാരവാഹികൾ, യൂത്ത് വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 2024-25 വാർഷികാഘോഷ പരിപാടി വ്യത്യസ്തമാർന്ന പരിപാടികളോടെ നടന്നു. കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുംതല ഉദ്ഘാടനം നിർവഹിച്ചു. ഇല്ലൂമിന 2K25 എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അല്പം മുൻപ് നമ്മോട് വിശദീകരിച്ചു. ഇല്ലൂമിന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രകാശിക്കുക എന്നാണ്, പ്രകാശിതരാകുക എന്നാണ്. യഥാർത്ഥത്തിൽ അല്പം മുൻപ് നാം ശ്രവിച്ച ആ റിപ്പോർട്ട് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് വലിയ ഒരു പ്രകാശത്തിലായ പോലെയുള്ള അനുഭവമായിരുന്നു. കാരണം എത്ര കുട്ടികൾ ആ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ സിസ്റ്റർ അനിതയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ എണ്ണിയില്ല. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പഴയ കാലത്തെ പോലെ കോളേജുകളുടെയും സ്കൂളുകളുടെയും 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല വിദ്യാഭ്യാസം. നമുക്കറിയാം, ഇന്ന് കുഞ്ഞുങ്ങൾക്ക് നൈസർഗികമായ ഒരുപാട് കലാവാസനകളുണ്ട്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്. ആ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ വൈവിധ്യമാർന്ന ബൗദ്ധിക സമ്പത്തിൽ അവർക്ക് താല്പര്യമുള്ള മേഖലകൾ കണ്ടുപിടിച്ച് അവരെ ആ മേഖലകൾ പരിപോഷിപ്പിക്കുക എന്നുള്ളത് ഗുരുക്കന്മാരുടെയും അതുപോലെ തന്നെ മാതാപിതാക്കന്മാരുടെയും ചുമതലയാണ്. PTA പ്രസിഡന്റ് ബഷീർ ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. അവർക്ക് വേണ്ടി വഴിമാറുന്നു. ഇവിടെ ഒരുപാട് ആളുകൾ എനിക്ക് മുമ്പിൽ ഇവിടെ പേരെടുത്ത് പറയേണ്ടവർ തന്നെയാണ്. ജില്ലാ PRD ഡയറക്ടർ ഉൾപ്പെടെ ഈ വേദിയിലുണ്ട്. മധുസൂദനൻ മീർഖാനും നമ്മുടെ മാമുനി വിജയൻ, സുറൂർ മൊയ്തുവാജി, അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മുടെ റവറൻഡ് ഫാദർമാരുണ്ട്.
PTയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്, ഭാരവാഹികളുണ്ട്, ഈ സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപികമാരുണ്ട്. ഈ സ്കൂളിൽ ഇത്രയും മനോഹരമായി പരിപാടി നടത്താൻ പ്രയത്നിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിൻസിപ്പാൾ സിസ്റ്റർ അനിത ജോസഫ് സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരണം നടത്തി. I put on record my profound appreciation to our pioneers and other sisters from the congregation of the Sisters of Saint Anne, past and present, who steered the ship thus far with vision, wisdom, discernment and zeal, negotiating tough waves at times. In keeping with the motto of the school, from darkness to light, the school aims the holistic development of our students. കാസർഗോഡ് അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ, കാസർഗോഡ് DD TV മധുസൂദനൻ, സ്കൂൾ ലീഡർ ശിവാനി അജിത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും സ്കൂൾ അധ്യാപകരെയും ജീവനക്കാരെയും അനുമോദിച്ചു. മാനേജർ സിസ്റ്റർ വത്സമ്മ അലക്സ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷീബ P നന്ദിയും പറഞ്ഞു. Annual Day is a time to commemorate and celebrate the achievements and milestone of the year. It is an opportunity to recognize the hard work, dedication and talents of students and staff. Today we come together to reflect on our progress, rejoice with our success and look forward to the future with hope and enthusiasm. വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന കലാപരിപാടികൾ കാണികളുടെ മികച്ച പ്രശംസ പിടിച്ചുപറ്റി. കലാപരിപാടികൾക്കപ്പുറം സ്കൂൾ മികവ് അവതരണങ്ങളുടെ വേദിയായി വാർഷികാഘോഷം മാറി. വൻ ജനാവലിയെ സാക്ഷിയാക്കിയാണ് കുട്ടികൾ അവരുടെ കലാമികവുകൾ വേദിയിൽ അവതരിപ്പിച്ചത്. സ്കൂളിലെ മുഴുവൻ കുട്ടികളും കലാപ്രകടനവുമായി എത്തിയപ്പോൾ അധ്യാപകരും രക്ഷിതാക്കളും നിറഞ്ഞ കയ്യടികളാണ് സമ്മാനിച്ചത്. സ്കൂളിന്റെ വാർഷികം നാട് ആഘോഷമാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. കള്ളാർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ABCD ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പൂടംകല്ല് ബഡ് സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പട്ടിക വിഭാഗക്കാർക്ക് ആധികാരിക രേഖകൾ ലഭ്യമാക്കി ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കാൻ അവസരമൊരുക്കുന്ന ABCD പദ്ധതിയുടെ ഭാഗമായി കള്ളാർ ഗ്രാമപഞ്ചായത്ത് പൂടംകല്ല് ബഡ്സ് സ്കൂളിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പിൽ ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ് തുടങ്ങിയ രേഖകളില്ലാത്തവർക്ക് സൗജന്യമായി ഈ രേഖകൾ എടുക്കാനുള്ള അവസരമാണ് ഒരുക്കിയത്. 2019 ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കിയവർക്ക് പുതുക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. സബ് കളക്ടർ പ്രദീപ് ജെയിൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷത വഹിച്ചു. കള്ളാർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ABCD പ്രോഗ്രാം ക്യാമ്പ് നടക്കുകയാണ്.
കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പട്ടികവർഗ മേഖലയിലെ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് കള്ളാറ്. ഈ കള്ളാർ പഞ്ചായത്തിൽ പാവപ്പെട്ട പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് ആവശ്യാനുസരണം അവരുടേതായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയാത്ത ഒരു പ്രയാസമുണ്ട്. കാരണം ഇവർക്ക് ആവശ്യമായ ID കാർഡില്ല, ആധാർ കാർഡില്ല, ജാതി സർട്ടിഫിക്കറ്റ് ഇല്ല, അത് ജനന മരണ സർട്ടിഫിക്കറ്റ് ഇല്ല. ഇത്തരം ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഇവർക്ക് ആവശ്യമുണ്ട്. IT മിഷൻ DPM കപിൽ ദേവ് പദ്ധതി വിശദീകരണം നടത്തി. TDO അബ്ദുൽ സലാം സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഗോപി, വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ചാക്കു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഖ C തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പ്രേമ P നന്ദിയും പറഞ്ഞു. കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് ആവേശമായി ജില്ലാതല വനിതാ ശിങ്കാരിമേള മത്സരം. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തിയ ജില്ലാതല വനിതാ ശിങ്കാരിമേള മത്സരം ശ്രദ്ധേയമായി. മോനാച്ച ശ്രീ ദുർഗ വനിതാ വാദ്യകലാസംഘം, അടൂട്ട് പാടാർകുളങ്ങര വാദ്യകലാസംഘം, കുറ്റിക്കോൽ ശ്രീശക്തി എന്നീ ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു. മത്സരം കാണുന്നതിന് നിരവധി പേരാണ് എത്തിയത്. വാശിയേറിയ മത്സരം കാണികളിലും ആവേശമുണർത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുകിട വ്യാപാരികൾക്ക് തൊഴിൽ നികുതിയിൽ സംസ്ഥാന ബജറ്റിൽ വൻ വർധന വരുത്തിയത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ദിവസങ്ങൾക്ക് മുൻപ് അവതരിപ്പിച്ച കേരള ബജറ്റിൽ ചെറുകിട വ്യാപാരികൾക്ക് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിൽ 270% തൊഴിൽ നികുതി വർധനവ് വരുത്തിയത് പിൻവലിക്കണമെന്ന ആവശ്യവുമായാണ് വ്യാപാരികൾ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. വ്യാപാര ഭവൻ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇത് സൂചന സമരം മാത്രമാണ്. സമരം ശക്തമായ സമരമായി കേരളത്തിലെ വ്യാപാര സംഘടന ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ ഈ തൊഴിൽ നികുതി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, തൊഴിൽ നികുതി വർധന അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ സമരമായി മുന്നോട്ട് പോകും മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരിക നന്ദി പറയുന്നതിന് വേണ്ടി ഫായിസ് കൗവായി ക്ഷണിച്ചോളും. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് AG നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി M. അബ്ദുൾ റഷീദ്, C. കൃഷ്ണൻ, ഫായിസ് കൗവായി, KV കൃഷ്ണപ്രസാദ്, KV വസന്ത, K. രാധ എന്നിവർ സംസാരിച്ചു. മാർച്ചിന് EV ദിനേശൻ, VP ഗോപാലകൃഷ്ണൻ, S. അബ്ദുറഹിമാൻ, A. കുഞ്ഞിക്കണ്ണൻ, K. രുക്മിണി, M. മാലതി, N. കുഞ്ഞായിഷ, C. വിജയൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പോലീസ് വാഹനത്തിൽ ടിപ്പർ ലോറി ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി പിടിയിൽ. കാഞ്ഞങ്ങാട് ബാബാനഗറിലെ ഇർഫാൻ എന്ന ഇർഫാൻ UP ആണ് പോലീസിന്റെ പിടിയിലായത്. ഇതോടെ കേസിലെ 2 പ്രതികളും പിടിയിലായി. ജനുവരി 30-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ.
fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. മഞ്ചേശ്വരം കുഞ്ചത്തൂർ കണ്ണുതീർത്ത GLP സ്കൂൾ കെട്ടിടോദ്ഘാടനം നടന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. 10ാം ക്ലാസ് പാസ്സായി എല്ലാ അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം 300-400 കുട്ടികൾ +1 സീറ്റ് കിട്ടാതെ മംഗലാപുരത്തെ കോളേജുകളിലേക്ക് PUCക്ക് പോകാൻ സാമ്പത്തിക ശേഷിയില്ലാതെ പ്രയാസപ്പെടുന്ന ഞാൻ MLA ആയ ആദ്യത്തെ വർഷം ഞാൻ ബഹുമാന്യ മന്ത്രിയെ കണ്ട് എൻ്റെ സങ്കടം ബോധിപ്പിക്കുന്നു. അദ്ദേഹം അപ്പോൾ പറഞ്ഞു, അലോട്ട്മെൻറ്റൊക്കെ കഴിയട്ടെ, മത്സ്യത്തൊഴിലാളികൾ, പാവപ്പെട്ട SC ST കുട്ടികൾ, ഏറ്റവും പലരും അനാഥരായ കുട്ടികളൊക്കെ +1 ഒരു വർഷം കിട്ടാതെ ഉപേക്ഷിച്ച് ജോലി ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ സമീപിക്കുന്നത്. അദ്ദേഹം ആദ്യത്തെ വർഷം കേരളത്തിൻ്റെ 140 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ MLAക്കും അവകാശപ്പെടാൻ കഴിയില്ല, 300 കുട്ടികൾക്കാണ് പ്രത്യേക ഉത്തരവിലൂടെ വിദ്യാഭ്യാസത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മുടെ മണ്ഡലത്തിലെ കുട്ടികൾക്ക് പ്രത്യേക ഓർഡർ നൽകിയത്. ഭരണ പ്രതിപക്ഷം നോക്കാതെ ഏത് ജനങ്ങൾക്കാണ് ഏത് ആവശ്യമെന്ന് കണ്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസമാണ് പുരോഗതിയുടെ മൂലക്കല്ല്. വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മുടെ യുവാക്കളെ സ്വപ്നം കാണുവാനും നവീകരിക്കുവാനും നയിക്കുവാനും നാം പ്രാപ്തമാക്കുന്നത്. നേട്ടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാലവും നീതിയുക്തവും സമത്വവും സമൃദ്ധവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്ന അടിത്തറയാണ്. കേരളത്തിലെ ഓരോ കുട്ടിയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള നമ്മുടെ അചഞ്ചലമായ സമർപ്പണത്തിൻ്റെ പ്രതീകമാണ് ഈ പുതിയ സ്കൂൾ കെട്ടിടം. എന്നാൽ ഒരു കെട്ടിടം മാത്രം ഒരു സ്കൂൾ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് ഓർമ്മിക്കണം. നമ്മുടെ അധ്യാപകരുടെ അഭിനിവേശവും സമർപ്പണവും നമ്മുടെ വിദ്യാർത്ഥികളുടെ ജിജ്ഞാസയും കഠിനാധ്വാനവും മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെ പിന്തുണയുമാണ് ഈ ചുവരുകളിൽ ജീവൻ നൽകുന്നത്. നമ്മുടെ അധ്യാപകരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഭാവിയുടെ ശില്പികളാണ്. നിങ്ങളുടെ മാർഗനിർദ്ദേശം നമ്മുടെ കുട്ടികളുടെ മനസ്സിനെയും ഹൃദയങ്ങളെയും രൂപപ്പെടുത്തുന്നു. നിങ്ങളുടെ സ്വാധീനം ക്ലാസ് മുറിക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നു, ഈ സ്കൂൾ നിങ്ങളുടെ പഠനത്തിൻ്റെ സങ്കേതമാണ്. അതിനെ വിലമതിക്കുക, ബഹുമാനിക്കുക. അത് നമ്മുടെ ಅವಸರಗಳು ಪರಮಾವಧಿ ಪ್ರಯೋಜನಪಡಿತು. ಶ್ರೀಯುತ ಪದ್ದರಮ್ಮಸವರು ಈ ವರ್ಷ ಆತ್ಮೀಯವಾದಂತಹ ಗೌರವಗಳು ಈ ಕುಂಜತ್ತೂರಿನ ಈ ಮನೆಗೆ ಬಂದು ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಚೆಂದ ಕಾಣಿಸಿಕೊಟ್ಟಂತಹ ಶ್ರೀ ಶಿವನ್കുട്ടി ಅವರಿಗೆ ನಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಅತ್ಯಂತ DCC നേതൃയോഗം കാഞ്ഞങ്ങാട് ഹോസ്തുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പെരിയാക്കല്ലിയൂട്ട് ശരത്ലാൽ കൃപേഷ് രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം 17 തിങ്കളാഴ്ച 5000 പ്രവർത്തകർ പങ്കെടുക്കുന്ന അനുസ്മരണ സമ്മേളനത്തോടെ സമുചിതമായി ആചരിക്കാൻ DCC നേതൃയോഗം തീരുമാനിച്ചു. രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. നേതൃയോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ കേസ് ഒരു കാരണവശാലും CBIക്ക് വിടാതിരിക്കാൻ ഡൽഹിയിൽ നിന്ന് BJPയുമായി ബന്ധമുള്ള വക്കീലന്മാരെ കൊണ്ടുവന്നിട്ടാണ് ആ കേസ് നടത്തിയത്. പഴയ കാലത്ത് ഗവൺമെന്റ് വക്കീലന്മാരായിരുന്ന BJPക്കാരെ കൊണ്ടുവന്ന ആ കേസ് അട്ടിമറിക്കാൻ CBIക്ക് വിടാതിരിക്കാൻ ഡിവിഷൻ ബെഞ്ചിൽ അവർ വാദിച്ചു.
DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, നേതാക്കളായ ഹക്കീം കുന്നിൽ, രമേശൻ കരുവാച്ചേരി, M. അസനാർ, കരിമ്പൽ കൃഷ്ണൻ, മീനാക്ഷി ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് K. രാജേന്ദ്രൻ, സാജിദ് മൌവൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSSPU അജാനൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന സമ്മേളന പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ത്വരിതപ്പെടുത്തി അടിയന്തരമായും യൂണിയൻ ആവശ്യപ്പെടുന്ന ആനുകൂല്യങ്ങൾ ഉടനെ പ്രാബല്യത്തിൽ വരുത്തണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി സർഗവേദി ഹാളിൽ നടന്ന സമ്മേളനം KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് TV സരസ്വതിക്കുട്ടി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പരിഹരിച്ച് ആദ്യ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായത്തിലേക്ക് തന്നെ നീങ്ങാൻ നമുക്ക് സാധിക്കും എന്നാണ് നമ്മുടെ സർക്കാർ അടക്കമുള്ള സംഘടനാ ഭാരവാഹികളൊക്കെ പറയുന്നത്. അതും തീർച്ചയായിട്ടും നമ്മളൊക്കെ സാധ്യമാകേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ഈ സമ്മേളനത്തിൽ പറയാനുള്ളത്. പിന്നീട് നമുക്കറിയാം, ഇവിടെ പറഞ്ഞു, നമുക്ക് എപ്പോഴും പറയുന്നതാണ്, നമുക്ക് നമ്മുടെ 10-14 ഡിമാൻഡുകളുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് V. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി K. കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് K. കൃഷ്ണൻ രാവണീശ്വരം അനുശോചന പ്രമേയവും യൂണിറ്റ് സെക്രട്ടറി K. വാസു പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ B. ലീലാധര പ്രഭു വരവ് കണക്കുകളും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ S. ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി K. ചന്ദ്രശേഖരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ബാലൻ നൂളിയേക്കാൽ, സംസ്ഥാന കൌൺസിലർ V. T. കാർത്തിയായനി, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി P. കുമാരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. അജാനൂർ യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി അംഗം N. അച്യുതൻ വരണാധികാരിയായി നടത്തി. V. കുഞ്ഞികൃഷ്ണൻ പ്രസിഡന്റായും K. വാസു സെക്രട്ടറിയായും K. രാമകൃഷ്ണൻ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മീന പീസ് ന്യൂ ഫ്രണ്ട്സ് കാർഗിലിന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. മർഹൂം ഉമേർ സ്മാരക വെയിറ്റിംഗ് ഷെഡ് നാടിന് സമർപ്പിച്ചു. കാഞ്ഞങ്ങാട് മീന പീസ് ന്യൂ ഫ്രണ്ട്സ് കാർഗിലിന്റെ നവീകരിച്ച ഓഫീസിന്റെയും മർഹൂം ഉമേർ സ്മാരക വെയിറ്റിംഗ് ഷെഡിന്റെയും ഉദ്ഘാടനം ഹോസ്തുർഗ SHO അജിത് കുമാർ നിർവഹിച്ചു. ഒരുപക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് നമ്മുടെ മുൻഗാമികൾ നമുക്ക് ഒരുക്കി തന്ന നല്ല സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ആ സാഹചര്യങ്ങൾ നിലനിർത്തി നമുക്ക് പിന്നാലെ വരുന്ന തലമുറയ്ക്ക് അത് കൈമാറേണ്ട കടമ നമുക്കുണ്ട്. നമ്മുടെ രാജ്യം ലോകത്തിന് മുന്നിൽ തിളങ്ങി നിൽക്കുന്നത് യങ് ഇന്ത്യ എന്ന പേരിലാണ്. ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ യുവാക്കളും യുവതികളുമുള്ള രാജ്യമാണ് ഇന്ത്യ. ഫ്രണ്ട്സ് കാർഗിൽ സെക്രട്ടറി സലാം CV സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് അമീർ A അധ്യക്ഷത വഹിച്ചു. ഖുറാൻ മനഃപ്പാഠമാക്കിയ ഹാഫിൽ മുഹമ്മദ് ഹംദാൻ, ഹാഫിൽ മഷ്ഹൂദ് KK, ഹാഫിൽ അഹമ്മദ് റുഫൈദ് P, ഹാഫിൽ മുഹമ്മദ് റസീൻ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. കാസർഗോഡ് മദ്രസ മാനേജ്മെന്റ് വർക്കിംഗ് പ്രസിഡന്റ് KB കുട്ടി ഹാജി മുഖ്യാതിഥിയായി. വാർഡ് കൌൺസിലർ KK ജാഫർ, ഫ്രണ്ട്സ് കാർഗിൽ വർക്കിംഗ് പ്രസിഡന്റ് സജീർ CH, നാസർ ലാൻഡ്മാർക്ക്, KT അബ്ദുറഹ്മാൻ ഹാജി, ഹക്കീം മെനാപ്പീസ്, PK മുഹമ്മദ് കുഞ്ഞി, KK ബദ്രുദ്ദീൻ, CK റഹ്മത്തുള്ള, പ്രകാശൻ ബത്തേരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറർ റാഷിദ് PK നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർദ്ദിഷ്ട ആണവ നിലയ പദ്ധതിക്കെതിരെ പ്രതിഷേധം. ചീമേനിയിൽ സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന പദ്ധതിക്കെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. AKSTU സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. പൊതുസമ്മേളനം മുൻ MP പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ഒഴിവാക്കണമെന്ന ആവശ്യം. കാഞ്ഞങ്ങാട് നഗരസഭയിലേക്ക് മാർച്ച് നടത്തി വ്യാപാരികൾ. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്തു. കള്ളാർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ABCD ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കൂടംകല്ല് ബഡ് സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് ആവേശമായി. ജില്ലാതല വനിതാ ശിങ്കാരിമേള മത്സരം. ചെറുകിട വ്യാപാരികൾക്ക് തൊഴിൽ നികുതിയിൽ സംസ്ഥാന ബജറ്റിൽ വൻ വർധന വരുത്തിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.